Hello everyone, welcome back to Asylum Learning. It's me Jamshad, you can call me Chedi. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന SSLC എക്സാമിൽ നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന SSLC എക്സാമിൽ ഉറപ്പായിട്ടും എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റിവ്യൂ റൈറ്റിംഗ് എന്നുള്ളത്. 7 മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണാൻ വന്നിട്ടുള്ളതെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റിവ്യൂ റൈറ്റിംഗ് നിങ്ങൾക്ക് ഏത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നമ്മുടെ സഹ്റയുടെ ചാപ്റ്റർ ഉണ്ടല്ലോ, യെസ്, മജീദിയുടെ ആ ഒരു ചാപ്റ്ററിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊജക്ട് ടൈഗറിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ നെവർ നെസ്റ്റിൽ നിന്നോ ഏത് ചാപ്റ്ററും ആവട്ടെ, നെവർ നെസ്റ്റിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഏത് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് റിവ്യൂ റൈറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ ആ 7 മാർക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ലാസ്റ്റ് വരെ കണ്ടിരിക്കുക. ഇതാണ് ചോദിച്ചത്, കണ്ടോ? യെസ്, 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റിവ്യൂ എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ നെവർ നെസ്റ്റിൻ്റെ വിത്ത് കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഹിൻസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. 7 മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത് മാത്രമാണോ? ഇല്ല, വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഓൺ ജെൻ നെവർ നെസ്റ്റിനെ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ട്. സോ ചിലപ്പോൾ മാറിയേക്കാം. ഓക്കെ, നമ്മുടെ മോഡൽ എക്സാമിന് ഇതല്ല ചോദിച്ചത്. അങ്ങനെ മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷേ റിവ്യൂ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എങ്ങനെ ഒരു റിവ്യൂ എഴുതും എന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഏത് റിവ്യൂവും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിനെ പറ്റിയും ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റും. ലെറ്റ്സ് സീ, നോക്കാം. ഇൻട്രൊഡക്ഷൻ, സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. നമ്മുടെ ചാപ്റ്ററിൻ്റെ ആ ഒരു മെൻഷൻ ദ ടൈറ്റിൽ ആൻഡ് ദ ഓതർ അല്ലെങ്കിൽ പ്ലേ റൈറ്റ്, അതായത് നമ്മുടെ ഈ ചാപ്റ്റർ എഴുതിയ ആളെ പേര്, ആ ഒരു ടൈറ്റിൽ, ഇതൊക്കെ മെൻഷൻ ചെയ്യുക. ഓക്കെ, ഇത് ഇന്ന കവിത, ഇത് ഇന്ന സ്റ്റോറിയാണ്, ഇത് എഴുതിയത് ഇന്ന ആളാണ്. ഓക്കെ, ഗിവ് എ ബ്രീഫ് ഐഡിയ ഓഫ് വാട്ട് ദ വർക്ക് ഈസ് അബൌട്ട്. ഇത് എന്തിനെ പറ്റിയിട്ടുള്ള കഥയാണ്? നെവർ നെസ്റ്റ് എന്ന് പറയുന്നത് EMI സിസ്റ്റത്തെ പറ്റിയിട്ടുള്ളതാണ്, ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. അങ്ങനെ എഴുതാൻ പറ്റില്ല. സെഡ്രിക് മൗണ്ട് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. നെവർ നെസ്റ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വൺ ആക്ട് പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൂടെ. സ്റ്റേറ്റ് യുവർ ഓവറോൾ ഇംപ്രഷൻ ഓർ ഒപ്പീനിയൻ, നിങ്ങളുടെ ഒപ്പീനിയൻസ് ആണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കുറച്ച് വളരെ ചുരുക്കിയിട്ട് എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ലാസ്റ്റൊക്കെ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ലാസ്റ്റ് എഴുതി കൊടുക്കാം. അത് അവിടെ ഇൻട്രൊഡക്ഷനിൽ എഴുതി കൊടുക്കുക. ഇനിയാണ് സമ്മറി, ഇനി ആ കഥ, ഇനി അവിടെ നമുക്ക് ആരൊക്കെ കൊടുക്കാൻ പറ്റൂടാ? പ്രൊവൈഡ് എ കോൺസെൻറ്റ് സമ്മറി ഓഫ് ദ കോണ്ടന്റ് വിത്തൗട്ട് റിവീലിംഗ് ദി ടു മച്ച്. കൂടുതൽ കാര്യങ്ങൾ റിവീൽ ചെയ്യാതെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊരു വീട്ടിൽ നടക്കുന്ന കഥയാണ്. ആ വീട്ടിൽ ഭാര്യയും ഭർത്താവും ഉണ്ട്. അങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. ഹൈലൈറ്റ് ദ കീ ഇവൻറ്റ്സ്, തീം ആൻഡ് ദ മെസ്സേജ് ഓഫ് ദ വർക്ക്. ഇതിൻ്റെ മെസ്സേജ് എന്താണ്? ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ഭയങ്കര ഡേഞ്ചറാണ്, അത് ബാക്കിയുള്ളവർക്ക് ഉള്ള നല്ലൊരു മെസ്സേജ് നൽകുന്നുണ്ട്, അതിൽ ട്രാപ്പാണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള മെസ്സേജുകളും അതിൽ മെയിൻ ആയിട്ടുള്ള ഇവൻറ്റ്സുകളൊക്കെ നമുക്ക് എന്താക്കാം, ഈ ഒരു സെക്കൻഡ് പാസേജിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്തി ഒക്കെ എഴുതാനുണ്ടായിരിക്കും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ടും എഴുതുക. അതിൻ്റെ സമ്മറി പാർട്ടിൽ നിങ്ങൾക്ക് അതിലെ കീ ഇവൻറ്റ്സ്, അതിലെ മെയിൻ ആയിട്ടുള്ള ഇവൻറ്റുകൾ, നടന്ന സംഭവങ്ങൾ എഴുതി കൊടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കഥയുടെ കുഞ്ഞൊരു സമ്മറി കൊടുക്കാം. ഇനി അനാലിസിസ് ആണ്. അവിടെ എന്തൊക്കെ സ്ട്രെങ്ത്തുകളാണ്, വീക്ക്നെസ്സുകളാണ്, ഇതിൽ എത്രത്തോളം അടിപൊളിയായിട്ടുണ്ട്, ഇന്ന ക്യാരക്ടർ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, ഓൺ ജെന് കുറച്ചുകൂടി സ്ട്രോങ് ക്യാരക്ടറാണ്, മറ്റേ ക്യാരക്ടറിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കമൻറ്റ് ഓൺ ആസ്പെക്ട് ലൈക്ക് തീം, ക്യാരക്ടേഴ്സ്, പ്ലോട്ട്, ലാംഗ്വേജ്, സ്റ്റൈൽ ആൻഡ് ഇമ്പാക്ട്. അതിൽ ഓരോ ക്യാരക്ടറിനെയും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതിൽ ഓൺ ചെയ്യുന്ന ക്യാരക്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറച്ച് സ്ട്രോങ് ആണ്. മറ്റേ ക്യാരക്ടറിനെ പറയുന്നത് ജാക്കിനെ പറ്റിയിട്ടും ജില്ലിനെ പറ്റിയിട്ടും ദേ ആർ ഇൻ എ ഡ്രീം വേൾഡ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താ പറ്റും, ആ ക്യാരക്ടറിൻ്റെ റോൾ എന്താണ്, ആ ക്യാരക്ടർ എങ്ങനെയാണ് ഇതിൽ പെർഫോം ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മെൻഷൻ വാട്ട് യു ലൈക്ഡ് ആൻഡ് വാട്ട് കുഡ് ഹാവ് ഇംപ്രൂവ്ഡ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ആക്ച്വലി എ റിവ്യൂ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ കൊടുക്കാം. ഇത് കുറച്ചുകൂടി ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. എന്നിട്ട് ലാസ്റ്റ് കൺക്ലൂഷൻ ചെയ്യുന്ന സമയത്ത് സമ്മറൈസ് യുവർ തോട്ട്സ്, നിങ്ങളുടെ തോട്ട്സ് എന്താണെന്നുള്ളത് ജസ്റ്റ് എന്താക്കാൻ നിങ്ങൾ സമ്മറൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഫൈനൽ ഒപ്പീനിയൻ, റെക്കമെൻഡേഷൻ, ഇഫ് അപ്ലിക്കബിൾ സജസ്റ്റ് ഹൂ മൈറ്റ് എൻജോയ് ദ വർക്ക്. ഇങ്ങനത്തെ ഒരു വർക്ക് ആരാണ് എൻജോയ് ചെയ്യാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈനൽ ഒപ്പീനിയൻ, നിങ്ങൾക്കിത് വായിക്കബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെൻറ്റാണ് റിവ്യൂ റൈറ്റിംഗ്. അതായത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഈ കഥ കണ്ടിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്ക് പൊതുവെ പരിചയമുള്ളൊരു സംഭവമാണ്.
ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞ ഒരാൾ അതിനെപ്പറ്റി റിവ്യൂ പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതിൻ്റെ ഡയറക്ടർ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച ആൾക്കാർ ഇതാണ് കംപ്ലീറ്റ് കഥ പറയോ? ഇല്ല. ആ കഥയുടെ പ്ലോട്ടും കാര്യങ്ങളൊക്കെ പറയും എന്നല്ലാതെ കംപ്ലീറ്റ് സ്റ്റോറി പറയില്ല. ആ ക്യാരക്ടർ ഇന്ന നല്ല അഭിനയമാണ്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി അഭിനയിക്കാം, അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണോ ഇതിൻ്റെ റിവ്യൂ സാധ്യതയുള്ളത് ആ റിവ്യൂ നമുക്കൊന്ന് പഠിച്ചാലോ? നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചാൽ നെവർനെസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ പ്രൊജക്ട് ടൈഗർ ആണെങ്കിൽ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് റിവ്യൂ എക്സ്പെക്റ്റബിൾ ആയിട്ടുണ്ടോ, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടോ, അതിൻ്റെ എല്ലാ റിവ്യൂ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം കൃത്യം 7:15 മെഗാ മാരത്തോണിൽ ഞാനും നാച്ചു സാറും വരുന്നുണ്ട്. മിസ് ചെയ്യരുത്. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. നിങ്ങൾ ചുമ്മാ നമ്മുടെ SLC വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തിട്ടോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് നമ്മൾ ടീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള, ആക്ച്വലി ടീച്ചേഴ്സ് കംപ്ലീറ്റ് നിങ്ങൾക്കുള്ള ഇൻട്രാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. നാളെ എല്ലാവരും അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതുക. ഈ റിവ്യൂ എങ്ങനെ എഴുതുന്നതിനെ പറ്റി ഭയങ്കര യൂസ്ഫുൾ ആവട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ രാത്രിയുള്ള മെഗാ മാരത്തോൺ മിസ് ചെയ്യരുത്. നമുക്ക് പവറാക്കാം, അടിപൊളിയാക്കാം, സൂപ്പറാക്കാം. ലെറ്റ്സ് സീ ഇൻ അനദർ class with another session. Until next, bye. Thank you. Love you all.